നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. പുറകോട്ട് വലിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശമായ അവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. ജീവിതത്തിൻ്റെ ദുരന്തം നമ്മൾ വളരെ വേഗം വൃദ്ധരാവുകയും വളരെ വൈകി ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ്. നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക. ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിലൂടെയും പകുതി ദുഃഖങ്ങൾ നല്ല ആളുകളെ സംശയിക്കുന്നതിലൂടെയും ഉണ്ടാകുന്നു. ജീവിതത്തിൽ ആരും അവസാനം വരെ കാണില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. അമിത സ്നേഹവും അമിത വിശ്വാസവും എവിടെ കാണിച്ചോ അവിടെ നമ്മൾ കരയേണ്ടി വരും. എല്ലാ മുന്നേറ്റങ്ങൾക്ക് പിന്നിലും വീഴ്ചകൾ സാധാരണമാണ്. അത്തരം വീഴ്ചകളിൽ നിന്നുള്ള പാഠങ്ങളാണ് മുന്നോട്ട് വീണ്ടും കുതിക്കുവാനുള്ള പ്രചോദനവും ശക്തിയും നൽകുക. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്തു നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷം ഉണ്ടാവില്ല. അത് സ്നേഹമായാലും